ട്രംപിന്റെ താരിഫ് യുദ്ധത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നു പോകുമെന്ന് കരുതിയവരുടെ കണ്ണ് തെളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന വലിയ മുന്നേറ്റം, വ്യാപാര മുന്നേറ്റം എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് 7 ട്രില്യൺ രൂപയുടെ വ്യാപാരം നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. GST ഇളവുകളാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു മുൻതൂക്കം നൽകിയത്. ഈ GST ഇളവിൻ്റെ തൊട്ടു പിന്നാലെ GST ഇളവ് പ്രഖ്യാപിച്ച സെപ്റ്റംബർ 21-നായിരുന്നു. അന്ന് നമ്മുടെ രാജ്യത്ത് നടന്ന വ്യാപാരം 1.18 ട്രില്യൺ രൂപയായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ 22-ന് ആയപ്പോഴേക്കും അത് 11.31 ട്രില്യൺ രൂപയിലേക്ക് ആ വ്യാപാരം മാറുകയായിരുന്നു. അത് GST ഇളവുകൾ ജനം ശരിക്കും ആഘോഷിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ആ ദിവസം മാത്രം ദില്ലിയിലെ കച്ചവടം 75,000 കോടി രൂപയിൽ എത്തുകയും ചെയ്തിരുന്നു. 2,500 രൂപയിൽ താഴെയുള്ള തുണിത്തരങ്ങൾക്ക് GST ഇളവ് നൽകിയതോടുകൂടി തുണി നിർമ്മാതാക്കൾ 10% വർധനവാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കുണ്ടായത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഏറ്റവും വലിയ കൊയ്ത്ത് നടത്തിയത് ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കളായിരുന്നു. 1,65,000 കാറുകൾ ഇത്രയും ദിവസം കൊണ്ട് വിറ്റഴിച്ചുകൊണ്ട് മാരുതി ആണ് 1ാം സ്ഥാനത്തേക്ക് എത്തിയത്. അഷ്ടമി ദിനത്തിൽ മാത്രം അവർ 30,000 വാഹനങ്ങളാണ് വിറ്റഴിച്ചത്. ഇത് അവരുടെ ഒരു കരിയറിൽ 35 വർഷത്തിനിടയിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും വാഹനങ്ങൾ വിൽക്കുന്ന ഒരു റെക്കോർഡ് തകർക്കപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടാറ്റ തുടങ്ങിയവയും 60% വർധനവ് രേഖപ്പെടുത്തി. ഇവരുടെയൊക്കെ ഈ ഹുണ്ടായി അടക്കമുള്ളവരുടെയൊക്കെ SUV-കൾ മാത്രം ഈ ദിവസങ്ങളിൽ 50,000 എണ്ണമാണ് വിറ്റ് പോയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് മേഖലയിലേക്ക് വന്നാൽ, അതായത് സ്കൂട്ടർ മേഖലയിലേക്ക് വന്നാൽ ഹീറോ മോട്ടോഴ്സും ബജാജും ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ അവരുടെ വർഷത്തെ കച്ചവടത്തിൻ്റെ ഡബിളിലേക്ക് അവർ നീങ്ങുന്നു എന്ന് തന്നെ പുറത്തു വരുന്ന വിവരം. TVയും റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും അടക്കം 45% വളർച്ചയാണ് ഈ കാലയളവിൽ നേടിയത്. 100 ഇഞ്ചിൻ്റെ TVക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ രാജ്യത്ത്. പല ഈ 100 ഇഞ്ച് TV നിർമ്മാതാക്കളും തങ്ങളുടെ സ്റ്റോക്ക് തീർന്നുപോയി എന്നുള്ള ചില വാർത്തകളും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. റിലയൻസ് 25% വളർച്ച നേടി. വിജയ് സെയിൽസ്, LG, ഗോദ്രേജ് തുടങ്ങിയവയൊക്കെ തന്നെ ഈ വാഷിംഗ് മെഷീനും റെഫ്രിജറേറ്ററും അടക്കമുള്ള കച്ചവടത്തിൽ 1ാം സ്ഥാനം നിലനിർത്തി. ആമസോൺ ഇന്ത്യ മാത്രം 2,760 ദശലക്ഷം രൂപയുടെ കച്ചവടങ്ങൾ നേടി. കൂടുതലും ഗ്രാമങ്ങളിൽ നിന്നാണ് ഈ കച്ചവടം വന്നത് എന്നുള്ളതും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കരുത്ത് വിളിച്ചോതുന്നു. ഒപ്പം തന്നെ 117 ദശലക്ഷം നേടി മീഷോ 2ാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളതുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഏതായാലും ഈ ഒരു വിവാഹ സീസൺ കഴിയുന്നതോടുകൂടി മുഴുവൻ കച്ചവടത്തിൻ്റെയും കണക്ക് 7 ട്രില്യൺ ഡോളർ കവിയും എന്നാണ് ഇപ്പോൾ കരുതുന്നത്. ഏതായാലും എല്ലായിടത്തും തന്നെ ഇത് പ്രകടമാണ്. ചെറുകിട കച്ചവടക്കാരിലും ഇത് പ്രകടമാണ്. ഒരു ഉത്സവ അന്തരീക്ഷമാണ്. കാരണം വളരെ കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ മേഖലയിലും ഓട്ടോമൊബൈൽ മേഖലയിലുമാണ് ഇത് വളരെ പ്രകടമായി തന്നെ കാണാൻ കഴിയുന്നു. ഒപ്പം തുണിത്തരങ്ങളൊക്കെ വളരെ ചീപ്പ് റേറ്റിൽ വിൽക്കാൻ തുടങ്ങിയതോടുകൂടി ഈ വ്യാപാരികൾ, അതായത് വസ്ത്ര നിർമ്മാതാക്കൾക്കും കോളടിച്ച രീതിയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.